നമസ്കാരം. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിലെ കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ അടുത്തൊരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വാട്ട് ആർ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്നുള്ളതാണ്. ബാരിയറിനെ കുറിച്ചും അതെങ്ങനെ ഓവർകം ചെയ്യാം. ഓരോരുത്തർ പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറയേണ്ട അയാൾ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല. അവിടെ എന്തോ ഒരു ബാരിയർ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ട്. ആ ബാരിയർ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കതിനെ ഓവർകം ചെയ്യുകയും ആ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്നുള്ളതാണ്. ഒരാളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് അയാൾ വിചാരിക്കുന്ന രീതിയിൽ, എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കുന്നില്ല, നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെ ഒരു ഫെയിൽഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫെയിലിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഈ എന്തുകൊണ്ടാണ് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത്, എന്ത് ബാരിയർ ആണ് നിങ്ങളത് മനസ്സിലാക്കുന്നതിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്ന് പറയുന്നത്. സോ പലപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ ബാരിയറിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഒന്നുകിൽ ഓവർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആയിട്ട് കണക്കാക്കാൻ പറ്റും. സാധാരണ some of the examples are like overload information. പിന്നെ എന്താണ് ചൂസി പെർസെപ്ഷൻസ്. എന്താ പെർസെപ്ഷൻ? നമ്മൾ ഇവനെന്താ കാര്യമില്ലാന്നേ, ഇങ്ങനെ ഈ ചൂസി പെർസെപ്ഷൻസ് ഉണ്ട്. ഇയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, ഇയാൾക്ക് ചെയ്യാൻ സാധിക്കില്ല, അല്ലെ അയാൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാവില്ല. ഇങ്ങനത്തെ പെർസെപ്ഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ചൂസി പെർസെപ്ഷൻസ്, വർക്ക് പ്ലേസ് ഗോസിപ്പ്. നമ്മൾ ഗോസിപ്പ് ഒക്കെ പറയും, ഒരാളെ കുറിച്ച് കുറ്റം പറയുക. ആ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഇമേജിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കും. ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ജെൻഡർ ബയസുകൾ. സാധാരണ കമ്മ്യൂണിക്കേഷൻ ബാരിയറിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? സൈക്കോളജിക്കൽ ബാരിയർ ആണ്. നമുക്ക് എന്താണ് ഈ സൈക്കോളജിക്കൽ കണ്ടീഷൻ, അതായത് നമുക്കൊരു കറക്റ്റായിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട്. എങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കാൻ സാധിക്കും. ഈ ലിസണർക്കും അതുപോലെ സ്പീക്കർക്കും പ്രോപ്പറായിട്ട് സ്ട്രെസ് മാനേജ്മെന്റിന്റെ കഴിവുണ്ടായിരിക്കണം. ഈ കേൾക്കുന്നത് മാത്രമല്ലല്ലോ കമ്മ്യൂണിക്കേഷൻ, അതാണോ? അല്ല, കേൾക്കുകയും പറയുകയും ചെയ്യുകയും അത് പ്രോപ്പറായിട്ട് രണ്ടുപേർക്കും മനസ്സിലാവുകയും ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് മാനേജ്മെന്റ് വളരെ നമുക്ക് ചില സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കില്ല. ഉദാഹരണം, നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത്, ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾ പിന്നീട് നമ്മൾ ആലോചിക്കും അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ സൈക്കോളജിക്കലി നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കുക. നമുക്ക് സൈക്കോളജിക്കൽ ട്രെയിനിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുക. നമുക്കൊരു പ്രോബ്ലം ഉള്ള സമയത്ത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് തെറ്റായ രീതിയിൽ അല്ലാതെ എങ്ങനെ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദെൻ ഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ ബാരിയർ. ഫിസിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താണ് ഷോർട്ടർ ഡിസ്റ്റൻസിലാണോ ഉള്ളത്, നമ്മൾ ലോങ്ങർ ഡിസ്റ്റൻസിലാണോ ഉള്ളത്? ഇപ്പോൾ ഫേസ് ടു ഫേസ് ഞാൻ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? എനിക്ക് എന്നോട് ശ്രദ്ധിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും എന്താ ഉണ്ടാവുക, നിങ്ങൾ വളരെ ദൂരത്താണ് ഇരിക്കുന്നതെങ്കിൽ എത്ര നല്ല ടൂള് ഇപ്പോൾ ടെക്നോളജിക്ക് എത്ര വളർന്നു, ഗൂഗിൾ മീറ്റോ സൂമോ വെബിനാർസുകളൊക്കെ ഉപയോഗിക്കാം. എങ്കിൽ പോലും നമുക്ക് പലപ്പോഴും അത് കറക്റ്റായിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. സോ ഓരോ കമ്മ്യൂണിക്കേഷൻ ചാനലും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് കമ്മ്യൂണിക്കേഷൻ ചാനലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് അതിന്റെ പ്രോപ്പർ ആയിട്ട് അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. ദെൻ സൈക്കോളജിക്കൽ ബാരിയർ അടുത്തൊരു പ്രശ്നമാണ്. സൈക്കോളജിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ ഒരു ചില ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് വളരെ കുറച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് അടിച്ചിരുത്തി പറയണം, ചിലർക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണം, ചിലർക്ക് എഴുതിയത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എവറിബഡി ഹാവ് ഡെഫിനറ്റ്ലി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സൈക്കോളജി ഓരോരുത്തർക്ക് ഉണ്ടാകാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മെസ്സേജ്, ഉദാഹരണം ഒരാൾക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ആണ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ മെസ്സേജ് ആണ് അയാൾക്ക് എഫക്റ്റീവ് ആണ്, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്, rather than giving him a face-to-face discussion. Then outside നോയ്സുകൾ, അതുപോലെ തന്നെ ആ സറൗണ്ടിങ്സ് ഒക്കെ നമ്മളെ സൈക്കോളജിക്കലി ബാധിച്ചേക്കാം. ലാംഗ്വേജ് ബാരിയർ വളരെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ്. എന്താണ് ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരാളെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നു. ആ പെർസെപ്ഷൻ ചിലപ്പോൾ നെഗറ്റീവ് പെർസെപ്ഷൻ ആയിരിക്കാം, പോസിറ്റീവ് പെർസെപ്ഷൻ ആയിരിക്കാം. ശരിക്കും ഒരു പോസിറ്റീവ് പെർസെപ്ഷൻ നമുക്ക് ഉള്ളതെങ്കിൽ അയാൾ പറയേണ്ട ഇൻഫർമേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് ആവശ്യമില്ലാത്താണെങ്കിൽ പോലും നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തേക്കാം. അതേസമയം നെഗറ്റീവ് പെർസെപ്ഷൻ ആണെന്നുള്ളതെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ, സ്പീക്കർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് എടുക്കണമെന്നില്ല. ഞാനൊരു സ്പീക്കറാണ് നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പോസിറ്റീവ് പെർസെപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വളരെ പെട്ടെന്ന് വൃത്തിയായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റും. ഒരു നെഗറ്റീവ് റിസപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞ അവസാനിപ്പിച്ച് എന്റെ ജോലി കഴിച്ച് ഞാൻ പോകാൻ ശ്രമിക്കും. സോ ഈ ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സും വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ ബാരിയർ ആണുള്ളത്? ഒന്ന് സൈക്കോളജിക്കൽ ബാരിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഫിസിക്കൽ ബാരിയർ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് നമുക്ക് ഇമ്പോർട്ടന്റ്. ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഫിസിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും പ്രശ്നങ്ങളും പ്രശ്നമാണ്. ലാംഗ്വേജ് ഈസ് എ ബിഗ് ഇഷ്യൂ ആൻഡ് ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് ആൾസോ വെരി ഇമ്പോർട്ടന്റ്.
ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത് എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ബാരിയേഴ്സ് ഓവർകം ചെയ്യുന്നത്? നമ്മൾ ലാംഗ്വേജിനെ ബി അവെയർ ഓഫ് ലാംഗ്വേജ്, മെസ്സേജ് ആൻഡ് ടോൺ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. ചില ആൾക്കാർ ഭയങ്കര കഴിവുള്ള ആൾക്കാരായിരിക്കും, വളരെ വലിയ സ്പീക്കേഴ്സ് ആയിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ വായന ചില വാക്കുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ ഇമേജ് നഷ്ടപ്പെടും. അപ്പോൾ വി നീഡ് ബി വെരി കെയർഫുൾ ദാറ്റ് ആക്ച്വലി വിച്ച് ലാംഗ്വേജ് യു ആർ യൂസിങ് ആൻഡ് ദ ലാംഗ്വേജ്, നിങ്ങളുടെ ലാംഗ്വേജിന്റെ ഹോൾഡ് എന്താണ്, ദെൻ എന്ത് മെസ്സേജ് ആണ് പറയേണ്ടത്, ഏത് ടോൺ ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ സംസാരിക്കാൻ. ഒരു ചെറിയ കുട്ടിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ റഫായിട്ടുള്ള ടോണിൽ സംസാരിക്കും, കുട്ടി കരയും, കുട്ടി കേൾക്കില്ല. എന്നാൽ കുറച്ച് വലിയ ആൾക്കാരോട് വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് വിചാരിക്കുമ്പോൾ ഇത് വലിയ കാര്യമില്ല. സോ ഡെഫിനറ്റ്ലി ലൈക്ക് വിച്ച് ടോൺ യു നീഡ് ടു യൂസ് ദാറ്റ് യു ഷുഡ് നോ വെരി വെൽ. ദെൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു കൺസൾട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ആരോടാണ് സംസാരിക്കുക, ആ സ്ഥലത്തെ കുറിച്ച് മനസ്സിലാക്കുക, ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കുക, അവരെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയതിനു ശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഒരാൾ സ്പീക്കറായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുക. അദ്ദേഹം എന്താണ് പറയാൻ പോവുക, എന്താണ് അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി, അദ്ദേഹം എങ്ങനെ, ഇതൊക്കെ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ബന്ധം നന്നാക്കാൻ വേണ്ടിയിട്ടും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കാൻ സഹായിക്കും. കമ്മ്യൂണിക്കേറ്റ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ റിസീവർ. നോക്കൂ, എല്ലാവരോടും ഒരുപോലെ സംസാരിക്കണമെന്നില്ല. ഇപ്പോൾ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടും ഗ്രാജുവേഷൻ പഠിക്കുന്ന കുട്ടിയോടും കമ്പനി സെക്രട്ടറി പഠിക്കുന്ന നിങ്ങളോടും ഈ ഒരേ കാര്യം തന്നെ ഞാൻ പറയുകയാണെങ്കിലും അതിന് എത്രമാത്രം പറയണം എന്നതിന്റെ ഡിഫറെന്റ് ആണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എത്രമാത്രം എന്തൊക്കെയാണോ പറയേണ്ടത്, ഏത് രീതിയിലാണോ പറയേണ്ടത്, എത്രമാത്രം പറയണം എന്ന് അതായിരിക്കില്ല ഞാൻ ഒരു കമ്പനി സെക്രട്ടറി പഠിക്കുന്ന കുട്ടിയോട് പഠിക്കുമ്പോൾ എൻ്റെ ഉണ്ടാകുന്ന തോട്ട് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ എന്താ ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ട് വരിക അതിനനുസരിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ാണ് ഞാൻ ചെയ്യുക. സോ നീഡ് ഓഫ് ദ റിസീവറുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ മെസ്സേജ് കൺസിസ്റ്റന്റ് ആകാൻ ശ്രമിക്കുക. എന്താണ്, നമ്മൾ തന്നെ പറഞ്ഞതിനെ നമ്മൾ തന്നെ എതിർക്കാതിരിക്കുക. നമ്മൾ പലപ്പോഴും ഉണ്ട്, ഞാൻ ആദ്യം കുറെ കാര്യങ്ങൾ പറഞ്ഞു വരും, എന്നിട്ട് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങും. അത് തെറ്റാണത്. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ മെസ്സേജിനെ ഓപ്പോസ് ചെയ്യാണ്ടിരിക്കുക. അത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഒരു കോൺഫിഡൻസ് റിസീവറുടെ മനസ്സിലുണ്ടാക്കും. അതുവഴി പ്രോപ്പർ ഹിയറിംഗ് പോസിബിൾ ആകും. ദെൻ ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തീർക്കുക, പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നതിലുപരി നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതായത് ഉദാഹരണം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ, കറക്റ്റാ മനസ്സിലാവണില്ലേ, ഇനി എന്തെങ്കിലും സംശയം ചോദിച്ചോളൂ കേട്ടോ. അത് നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്, ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സമയത്ത് ഉപയോഗിക്കാം. കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ വീക്ക്നെസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് നടത്തണം. അതായത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാനും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണോ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണോ ആവശ്യമുള്ളത് മനസ്സിലാക്കാനും സാധിക്കും. ദെൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫീഡ്ബാക്ക് കിട്ടിയെന്ന് വിശ്വസിക്കണം. നിങ്ങൾ ഒരു സ്പീച്ച് നടത്തുകയാണ് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ നടത്തുകയാണ്, അതിനുശേഷം നിങ്ങൾ ഓക്കെ താങ്ക് യു വെരി മച്ച്, ഞാൻ അടുത്ത പ്രാവശ്യം കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങി പോരരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിലൊരു 4-5 ആൾക്കാരെ വിളിച്ചൊരു പ്രോപ്പർ ഫീഡ്ബാക്ക് തരാൻ വേണ്ടി പറയണം. ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് അങ്ങനെയായിരിക്കും. നിങ്ങളെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയാനും ഇവിടുത്തെ ഫീഡ്ബാക്കുകൾ സഹായിച്ചേക്കാം. അപ്പൊ നിങ്ങളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും മനസ്സിലാക്കാനും വേറെ എന്താണ് നിങ്ങൾക്ക് പുതുതായിട്ട് അറിയേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെ സഹായിക്കും. എനിക്ക് വളരെ രസകരമായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു 8 to 9 years ബാക്ക് മദ്രാസിൽ ഒരു പ്രോഗ്രാം ചെയ്യായിരുന്നു. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 10-700 പേരുടെ ഒരു ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഐ ആം നോട്ട് ദാറ്റ് ലൈക്ക് കോൺഫിഡൻറ്റ് ഇൻ തമിഴ് ആ സമയത്ത്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ അവിടെ പോകുന്നു, എന്നെ ഞാൻ അവിടുത്തെ സ്പീക്കറാണ്. സോ അവരെന്നെ ബൊക്കെയൊക്കെ തന്ന് മാലയൊക്കെ ഇട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു, വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, രാജു സാർ എങ്ങനെയാണെന്ന് പറയുന്നു. അതിനുശേഷം ഇതെല്ലാം കേട്ടതിന് ശേഷം ഞാൻ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ഞാൻ എൻ്റെ ആ ഒരു രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നു. ഞാൻ അവിടെ പ്രസന്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ടോപ്പിക്കുകളാണ്. ഹൗ ടു ഗ്രോ ഇൻ ലൈഫ്, ഹൗ ടു ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇന്ന ടോപ്പിക്കിനൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇംഗ്ലീഷിലാണ് ഞാൻ സംസാരിക്കുന്നത്, ഇംഗ്ലീഷിൽ ഭയങ്കര രസകരമായിട്ട് ഞാനൊക്കെ പറയുന്നു എന്നൊക്കെയാണ് എൻ്റെ കോൺഫിഡൻസ്. അങ്ങനെ ഒരു 2-2.5 മണിക്കൂർ ഞാൻ ആകെ ക്ഷീണിച്ച് വേർത്തു കുളിച്ച് എനിക്ക് പറയാനുള്ളതെല്ലാം അവരുടെ ബ്രെയിനിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വിഡ്രോ ചെയ്യാണ്. എൻ്റെ ട്രെയിനിങ് അവസാനിക്കുകയാണ്. അങ്ങനെ ട്രെയിനിങ് അവസാനിക്കുന്ന സമയത്ത് ആ ട്രെയിനിങ് നടത്തുന്ന ആൾക്കാർ അവർ ഫീഡ്ബാക്കിന് വേണ്ടി വിളിക്കുകയാണ്. അങ്ങനെ ഫീഡ്ബാക്കുകൾ കേൾക്കുമ്പോൾ ഐ എം ഷുവർ, ഞാൻ എൻ്റെ ഈ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ഭയങ്കര ഷുവറാണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് വരുന്നു. ലൈക്ക് ഐ എം ഗോയിങ് ടു ബി ലൈക്ക് ടോപ്പ് ഓഫ് എവറസ്റ്റ് എന്നൊക്കെ രീതിയിൽ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഓരോരുത്തരായിട്ട് ഫീഡ്ബാക്കിന് വരുമ്പോൾ ഒരാള് വളരെ കണ്ടാൽ വളരെയധികം കുറച്ചും കൂടി നല്ല ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരാളെ അസ്യൂം ചെയ്യില്ലേ, ഒരാള് ഇങ്ങനെ സ്റ്റേജിലേക്ക് വരികയും അദ്ദേഹം പറയുകയാണ്, രാജു സാറിന്റെ സ്പീച്ചൊക്കെ നന്നായിരുന്നു, പക്ഷേങ്കിൽ നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എല്ലാം മനസ്സിലായിട്ടുണ്ടോ. അപ്പൊ അദ്ദേഹം അടുത്ത ഡയലോഗ് അദ്ദേഹത്തിന് എങ്ങനെയാണ്,
അത് തമിഴിലായിരുന്നു എങ്കിൽ നമുക്ക് നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. കാരണം നമ്മൾ പലതും അദ്ദേഹത്തിന്റെ നോൺ വെർബൽ ആയിട്ട് അദ്ദേഹത്തിന്റെ ചലനങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ കൊണ്ടുമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. പലതും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. അതിന് നമുക്ക് എന്ത് വേണം? നമുക്ക് സാറ് തമിഴിലാണ് ചെയ്തതെങ്കിൽ വളരെ നന്നാകുമായിരുന്നു. കണ്ടോ, ഫീഡ്ബാക്ക് ആണത്. ആ ഒരു ഫീഡ്ബാക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ എൻ്റെ ലൈഫിലെ വളരെ വലിയൊരു മൊമെന്റ് ആണത്. അതായത് സംബഡി ഈസ് സെയിങ് സംതിങ് നെഗറ്റീവ് ടു യു, സോ ദാറ്റ് ഇറ്റ് ഈസ് ദേ ആർ ഗിവിംഗ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു ലേൺ. നിങ്ങൾക്ക് വളരാനുള്ള ഒരു അവസരം തരികയാണ്. ഞാൻ അവിടെ നിന്ന് അന്ന് തന്നെ ഞാനൊരു അഷുറൻസ് കൊടുക്കുകയാണ്. ആഫ്റ്റർ 30 days യു കണ്ടക്ട് എ മീറ്റിംഗ് അറ്റ് ദിസ് പ്ലേസ് or any place in Tamil Nadu, I will come to that place and I will give a presentation in Tamil. അതൊരു ചലഞ്ചായിരുന്നു. 30 daysന് ശേഷം ഞാൻ അവിടെ പോയി എന്നും വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഒരു പ്രസന്റേഷൻ ചെയ്തു എന്നും അത് തമിഴിൽ ചെയ്തു എന്നും അത് ഹിസ്റ്ററിയാണ്. അപ്പൊ അത് ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ലേൺ. സോ ഫീഡ്ബാക്സ് ഒരിക്കലും പേടിക്കരുത്, ഫീഡ്ബാക്ക് കറക്റ്റ് ആയിട്ട് എടുക്കുക. സോ ഇറ്റ്സ് ആൾവേസ് ബെറ്റർ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 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 എന്താ പറയുക, ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, വ്യൂസ് മനസ്സിലാക്കാൻ വേണ്ടി, സജഷൻസ് കിട്ടാൻ വേണ്ടി, തോട്ടുകൾ വലുതാക്കാൻ വേണ്ടി, ഗ്രീവൻസസ് മനസ്സിലാക്കാൻ വേണ്ടി, പ്ലാനുകൾ കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ പ്രോഗ്രാംസ് പോളിസീസ് നന്നായിട്ട് ചെയ്യുന്നതിന്, പ്രൊസീജിയേഴ്സ് കറക്റ്റായി ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടി, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒരു ഓർഗനൈസേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻസ് താഴോട്ടൊന്നും മുകളിലേക്കും മുകളിൽ നിന്ന് താഴോട്ടും വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒന്നും മൂവ് ചെയ്യില്ല. അപ്പൊ എന്താ ഉണ്ടാകുന്നത്? ഓരോരുത്തരും അവരുടെ ജോലികൾ ചെയ്യുകയും മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാകാതിരിക്കുകയും ചെയ്യും. സോ ഇറ്റ് ഈസ് ആൾവേസ് ബെറ്റർ ടു ഹാവ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, അതിനെ കമ്പനി പ്രൊമോട്ട് ചെയ്യണം. So here comes to the end of the first chapter. ഇതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് www.arthacs.in കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, MCQ ടെസ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥ MCQ ടെസ്റ്റ് എന്ന ടെലിഗ്രാം ചാനലുണ്ട്. ആ ചാനലിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ്. അത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. So it was a pleasure talking to you. The second chapter is completed and we'll go to the next chapter in the next video. Thank you very much.